ഇനി ആ ഈട് തന്നെ ആദരിക്കാം. സഭയുടെ വൈസ് ചെയർമാൻ ശ്രീ ബിൽടെക് അബ്ദുള്ള, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, മുനിസിപ്പൽ ജീവനക്കാർ, അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ, പോലീസിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള SI സൈഫുദ്ദീൻ, അതുപോലെ RDOയിലെ ജീവനക്കാർ, മറ്റ് ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആൾമറയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ഒരു പഴകിയ കിണറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനൊരു ചരിത്രം നമ്മൾ അന്വേഷിച്ചപ്പോൾ കാഞ്ഞങ്ങാടിൻ്റെ ജനജീവിതത്തെ സ്വാധീനിച്ച ഒരു വലിയ ചരിത്രം ഈ ഒരു കിണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇവിടെയുള്ള പല സ്ഥാപനങ്ങളിലേക്കും പഴയ കാലത്ത് വെള്ളം വിതരണം ചെയ്തിരുന്ന, ഒരിക്കലും വറ്റാത്തൊരു കിണറായിട്ടാണ് പഴയ ആളുകളിൽ നിന്ന് നമുക്ക് ഈ കിണറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ കിണറിനെ നവീകരിച്ച് സംരക്ഷിക്കണം എന്നുള്ള ആശയമുണ്ടായതും അതൊരു മനോഹര സൃഷ്ടി ആയിരിക്കണം എന്നുള്ള ഒരു ആശയം നമ്മളിൽ ഉദിച്ചതും. അത് സമ്പൂർണ്ണമാക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചത് നഗരസഭയുടെ 102 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഹരിതകർമ്മസേന അംഗങ്ങളാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളതാണ്. കാരണം ഈ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിൽ എല്ലായ്പ്പോഴും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ഞങ്ങളുടെ ഹരിതകർമ്മസേന. ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചേർന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവരുടെ വരുമാനമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ നാടിനെ ശുചീകരിക്കുന്ന അവരുടെ പ്രവൃത്തിയിൽ ഒരു നേട്ടം കൂടിയാണ് എന്നും അവരുടെ പേരിവിടെ ആലേഖനം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു സൃഷ്ടി ഈ നാടിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതു ഇടങ്ങളൊക്കെ തന്നെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ ക്യാമ്പയിനുകളിലൂടെ മുന്നേറുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് വിഷമിപ്പിക്കുന്നതാണ്. ഇവിടെ ഈ കിണറ്റിനകത്ത് തന്നെ നമ്മൾ ഒരു തവണ ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ പണി തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തെ മുഴുവനും വെള്ളം മാറ്റി നമ്മളതിൻ്റെ മാലിന്യങ്ങളൊക്കെ മാറ്റിയെടുത്തതാണ്. പക്ഷെ വീണ്ടും ഇതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് വീണ്ടും എന്തെങ്കിലും മാലിന്യങ്ങൾ വീണിട്ടുണ്ടോ എന്നുള്ള രൂപത്തിൽ ഈ 1-ാം തീയതി നമ്മൾ വീണ്ടും ശുചീകരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് വീണ്ടും കുപ്പികൾ ഉൾപ്പെടെ ഇതിനകത്തേക്ക് നിക്ഷേപിക്കുന്ന, അത് മനുഷ്യരാണ്, ആളുകളാണ്, നമ്മളാണ് നമ്മുടെ ഈ ജലസ്രോതസ്സുകളെയൊക്കെ മലിനമാക്കുന്നത് എന്നുള്ളത് ഏറ്റവും അധികം തെളിവോട് കൂടിയിട്ട് പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്നതാണ് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ. അപ്പം അത് ശ്രദ്ധിക്കേണ്ടുന്നത് ഓരോരുത്തരും, ഒരു നഗരസഭയോ ഒരു സർക്കാരോ വിചാരിച്ചാൽ പോലും ഒരിക്കലും നമ്മുടെ നാട് മാലിന്യമുക്തമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പങ്കാളിത്തം, അത് നിയമത്തിൻ്റെ ബലത്തിൽ മാത്രമല്ല, സ്വയം ഒരു ബോധ്യത്തിലൂടെ തൻ്റെ പരിസരം മാലിന്യമില്ലാതെ സൂക്ഷിക്കേണ്ടതാണ്, തൻ്റെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അതിന് അധികം താമസമില്ലാതെ നമുക്ക് സാധ്യമാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാ വിഭാഗം ആളുകളും എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിണർ അത് ഒരു സൃഷ്ടി എന്നുള്ളത് മാത്രമല്ല, ഒരു ജലസംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി, ഒരു മാലിന്യമുക്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി ഞങ്ങൾ നാടിനെ സമർപ്പിക്കുകയാണ്. അതിന് ഒരിക്കൽ കൂടി ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള നന്ദി, കാഞ്ഞങ്ങാട് നഗരസഭയുടെ പേരിലുള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ നവീകരിച്ച കിണറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അശോക് സന്തോഷ് സന്തോഷ് ഷിജു ഷിജു നന്ദി പറയാൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിട്ടുള്ളത്. കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സംഘടനകളെയും നമ്മൾ ക്ഷണിച്ച് അവരുമായിട്ട് സംസാരിച്ചുവെങ്കിലും ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കിക്കൊണ്ട് ഇതിനെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിമുഖത കാണിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ സേനയായ മാലിന്യമുക്തം
നവകേരളം ക്യാമ്പയിൻ്റെ സേനാനികളായ നമ്മുടെ ഹരിതകർമ്മ സേനയെ നമ്മൾ സമീപിക്കുകയും ഏറെ സന്തോഷത്തോടു കൂടിയിട്ട് അവരതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇന്നത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഏറ്റവും സുന്ദര നഗരസഭയെ നയിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ നഗരസഭയെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട